കമലേഷ് തുടരുക. കോഴിക്കോട് നിന്നും മേഘ്ന മുരളിയുണ്ട്. മേഘ്ന, കോഴിക്കോട് റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായിട്ടും ആഘോഷിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് പതാക ഉയർത്തുന്നത്. എപ്പോഴാണ് പതാക ഉയർത്തുക? കൂടുതൽ വിവരങ്ങൾ. ആതിര, രാജ്യം ഇന്ന് 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ആഘോഷങ്ങളിൽ ഒട്ടും കുറവ് വരുത്തുന്നില്ല കോഴിക്കോട് ജില്ലയും. കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിലാണ് ഇത്തവണ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് പതാക ഉയർത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വിക്രം മൈതാനിയിൽ ആഘോഷ പരിപാടിയുടെ അവസാനഘട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ കേഡറ്റുകളുടെ പരേഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. 8:30 മന്ത്രി മുഹമ്മദ് റിയാസ് പതാക ഉയർത്തുന്നതോടുകൂടി ഈ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ ഉച്ചസ്ഥായിലെത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പതാക ഉയർത്തിയതിനു ശേഷം മുഹമ്മദ് റിയാസ് അഭിവാദ്യങ്ങൾ സ്വീകരിക്കും, റിപ്പബ്ലിക് ദിന സന്ദേശങ്ങൾ നൽകും. ഇത്തവണ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കായി 28 പ്ലാറ്റൂണുകളാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ അഗ്നിശമന സേന, വനിതാ കരസേന അടക്കമുള്ള, നാവികസേന അടക്കമുള്ള വനിതാ പോലീസ്, അഗ്നിരക്ഷാസേന, വനം വകുപ്പ് അടക്കമുള്ള വിവിധ വകുപ്പുകളുടെ പ്ലാറ്റൂണുകളും ആഘോഷ പരിപാടിയിൽ അണിനിരക്കും. അവരുടെ അവസാനഘട്ട ഒരുക്കങ്ങളും റിഹേഴ്സലും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിന് പുറമെ മന്ത്രിമാരായിട്ടുള്ള AK ശശീന്ദ്രൻ, ജനപ്രതിനിധികളായിട്ടുള്ള സച്ചിൻ ദേവ് MLA, തോട്ടത്തിൽ രവീന്ദ്രൻ MLA അടക്കം ജില്ലാ കളക്ടറും മേയർ അടക്കമുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ കോഴിക്കോട് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഈ ആഘോഷങ്ങൾ 8:30 പതാക ഉയർത്തൽ 8:30 ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ആഘോഷങ്ങൾക്ക് പതാക ഉയർത്തുന്നതോടുകൂടി കോഴിക്കോട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ പരിപാടികൾക്കും തുടക്കം കുറിക്കും. ഇത്തവണ 28 പ്ലാറ്റൂണുകളാണ് അണിനിരക്കുന്നത്. അതിന് അമിത് സിംഗ് IPS ആണ് അതിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ തത്സമയമായി തന്നെ കേരള വിഷൻ ന്യൂസിലൂടെ വിക്രം മൈതാനിയിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളും പരേഡുകളും കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആതിര.